ഹായ്, ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ഒരു പതിപ്പാണിത്. പതിപ്പിന് ആദ്യം തന്നെ ഒരു പേര് നൽകാം. ജൂലൈ 21 ചരിത്രത്തിലെ അത്ഭുതദിനം എന്നതാണ് ഞാൻ നൽകിയ പേര്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാവുന്നതാണ്. ശേഷം ഇതുപോലെ ഒരു ഉള്ളടക്ക പേജ് തയ്യാറാക്കുക. പതിപ്പിൽ ഉൾക്കൊള്ളിക്കുന്ന കാര്യങ്ങൾ ഉള്ളടക്കത്തിൽ എഴുതാം. ശേഷം അമുഖം തയ്യാറാക്കാം. ഭൂമിയുടെ ഒരേയൊരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. മനുഷ്യന് കാലുകുത്താൻ സാധിച്ച ഏക ആകാശഗോളവുമാണ് അത്. മനുഷ്യന്റെ ആദ്യ ചന്ദ്ര സന്ദർശനം നടന്നത് 1969 ജൂലൈ 21-നാണ്. ആ ചരിത്ര നിമിഷത്തിന്റെ ഓർമ്മയാണ് ഓരോ ചാന്ദ്രദിനത്തിലും ശാസ്ത്രലോകം സമ്മാനിക്കുന്നത്. ശാസ്ത്രവും സാങ്കേതികവിദ്യയും ഇന്നത്തെ പോലെ വികാസം പ്രാപിക്കാത്ത ഒരു കാലത്ത് മനുഷ്യൻ ചന്ദ്രനിലിറങ്ങിയ അനർഘ നിമിഷങ്ങളിലൂടെ. ചാന്ദ്രദിനം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് ജൂലൈ 21 ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നു. അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിൽ 1969 ജൂലൈ 20-നാണ് ചന്ദ്രോപരിതലത്തിലെത്തിയത്. ജൂലൈ 21-ന് വാഹനത്തിൽ നിന്നും ചന്ദ്രനിലിറങ്ങി നടന്ന ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി. ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൽഡ്രിനാണ്. മൈക്കൽ കോളിൻസ് അവരുടെ ഈഗിൾ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു. ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവേപ്പ്, മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവും എന്ന് നീൽ ആംസ്ട്രോങ്ങിനാൽ തന്നെ വിശേഷിപ്പിക്കപ്പെട്ട ഈ സംഭവം മാനവചരിത്രത്തിലെ നാഴികകല്ലുകളിലൊന്നായി വിശേഷിപ്പിക്കപ്പെടുന്നു. ആയതിനാൽ ജൂലൈ 21 ചാന്ദ്രദിനമായി ആചരിക്കുന്നു. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവരുടെ ചിത്രമാണ് സൈഡിൽ കൊടുത്തത്. ഇനി ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വിസ് ചോദ്യവും ഉത്തരവും നോക്കാം. ചാന്ദ്രദിനം ആയി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 21 ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ്. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ യൂറി ഗഗാറിൻ. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം വ്യാഴം. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. വിദ്യാഭ്യാസാവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം എഡ്യൂസാറ്റ്. ഇൻസാറ്റിന്റെ പൂർണ്ണരൂപം ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ്. ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം കറുപ്പ്. ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്രപര്യവേക്ഷണ ദൗത്യം ചന്ദ്രയാൻ 1. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ. നക്ഷത്രത്തിലേക്കുള്ള ദൂരം അളക്കുന്ന മാനമേത്? പ്രകാശവർഷം. ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ചാന്ദ്രദിന കടങ്കഥകൾ നോക്കാം. വെള്ളമില്ലാ കടലിൽ ആളില്ലാ തോണി ചന്ദ്രൻ. ഒരു പറ അരിയും പപ്പടവും ചന്ദ്രനും നക്ഷത്രങ്ങളും. രാത്രിയിലെ രാജാവിന് പകലുറക്കം ചന്ദ്രൻ. ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട മറ്റു ചില കടങ്കഥകൾ ആണ് നൽകിയിരിക്കുന്നത്. ഇനി ചാന്ദ്രദിന യാത്രികരെ പരിചയപ്പെടാം. ചാന്ദ്രയാത്ര നടത്തിയവരും അവർ സഞ്ചരിച്ച വാഹനവും ആണ് നൽകിയിരിക്കുന്നത്. ഇനി ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ഒരു ഗാനം. ചന്ദ്രദിനം ചന്ദ്രദിനം ജൂലൈ 21 ചന്ദ്രനിലാദ്യമായി കാൽപാദം വെച്ചത് നീൽ ആംസ്ട്രോങ് അല്ലോ. ഇന്ത്യയുടെ ചന്ദ്ര പര്യവേഷണം ചന്ദ്രയാനും നല്ലോ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി തൻ കേന്ദ്രം ISRO അല്ലോ. ബഹിരാകാശ യാത്ര ആദ്യം നടത്തിയത് യൂറി ഗഗാറിനല്ലോ. രാകേഷ് ശർമ്മയും കൽപ്പന ചൗളയും ഇന്ത്യൻ യാത്രികരല്ലോ. റഷ്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹം സ്പുട്നിക് 1 ആദ്യം മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ചത് അപ്പോളോ 11. ഇനി ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ഏതാനും പോസ്റ്ററുകൾ കാണാം. കൂടുതൽ വിവരങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.